ദൈവ തിരുനാമത്തിന് മഹത്വം. ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. കരുതുന്ന ദൈവത്തിൻ്റെ വ്യത്യസ്തതകൾ, പ്രത്യേകതകൾ ഏലിയാവിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുകയായിരുന്നുവല്ലോ. കഴിഞ്ഞ ദിവസം അനുസരണവും ആശ്രയവുമുള്ള ഏലിയാവിനെ ദൈവം കെരീത് തോട്ടിലെ വെള്ളവും അതോടൊപ്പം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു കാക്കയിലൂടെ ആഹാരവും നൽകി പരിപാലിച്ചു. എന്നാൽ ചില ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആ കെരീത് തോട്ടിനെ വറ്റിക്കുകയും കാക്കയുടെ വരവ് നിർത്തുകയും ചെയ്തിട്ട് ഒരു പുതിയ കരുതലിനെ ഏലിയാവിന് ദൈവം വെളിപ്പെടുത്തുകയാണ്. നമ്മളവിടെ ഇപ്രകാരം വായിക്കുന്നു: നീ എഴുന്നേറ്റ് സീദോന് ചേർന്ന് സാരാഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. അവിടെ ഞാൻ ഒരു വിധവയോട് നിന്നെ പുലർത്തുവാനായിട്ട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവർ, എത്ര വ്യത്യസ്തമായ ഒരു കരുതലാണല്ലേ. കാക്കയും തോടുമെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതായ കരുതലിൻ്റെ മാർഗം സമ്പന്നരെയോ അല്ലെങ്കിൽ പ്രമാണിമാരെയോ അവിടെയുള്ളതായ ധനാഢ്യരായ ആരെയുമല്ല. കൃത്യമായി ദൈവം പറയുന്നു, ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് നിന്നെ പുലർത്തുവാനായിട്ട്. ഈ വിധവയുടെ അവസ്ഥ എന്താണ്? ധനികയല്ല. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളവിടെ വായിക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ഈ വിധവയും അവളുടെ മകനും കൂടി മരിപ്പാനായിട്ട് ഒരുങ്ങിയിരിക്കുക. അല്പമായ മാവും എണ്ണയുമുള്ള ഒരനുഭവത്തിൽ വിറകൊക്കെ പെറുക്കി, വിറകിൻ്റെ എണ്ണം പോലും അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 2 വിറകു പെറുക്കി, 2 വിറകു പെറുക്കി അപ്പം ചുട്ട് തൻ്റെ മകനും കൊടുത്ത് അവളും കഴിച്ചിട്ട് മരിപ്പാനായിരിക്കുക. ആ വ്യക്തിയിലൂടെയാണ് ഏലിയാവിനെ കരുതുന്നത്. ഒരു പക്ഷേൽ തോന്നാം ദൈവം എത്ര ക്രൂരനാണ് എന്നൊക്കെ ചിന്തിക്കുന്നതായ ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ ഈ ദൈവീക കരുതലിൻ്റെ ഒരു സവിശേഷതയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ഭൂമി ദൈവം ഒരുവനെ അനുഗ്രഹിക്കുന്നത് അവന് വേണ്ടി മാത്രമല്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇന്നുള്ളതായ വലിയൊരു സന്ദേശം എന്താണ്? എന്നെ ദൈവം കരുതുന്നതിലൂടെ ദൈവം മറ്റൊരു വ്യക്തിയിലേക്കും ആ കരുതൽ പകരുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവനാണ്. സ്വാർത്ഥതയുടെ ദൈവമല്ല. മറിച്ച് നമ്മുടെ ദൈവം എന്ത് നമുക്ക് കൂടുതലായിട്ട് നൽകാം, എല്ലാവരെയും ഒരുപോലെ കാണുന്നതായ, വേർകൃത്യമില്ലാതെ എല്ലാവർക്കും ഈ ദൈവം നല്ലവനാണ്. ആ ഒരു അനുഭവത്തെയാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇന്ന് മനുഷ്യൻ സ്വാർത്ഥതയുടെ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇന്ന് പ്രാർത്ഥനകളിൽ പോലും അപ്രകാരമാണ്, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവം ഏലിയാവിനോട് പറയുകയാണ്, ഞാൻ നിന്നെ കരുതും, പക്ഷെങ്കിൽ ആ വിധവയിലൂടെ കരുതുന്നതായ ആ കരുതലിൽ നിനക്ക് ലഭിച്ച നന്മയിലൂടെ അവളിലേക്കൊരു അനുഗ്രഹത്തെ പകരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ 2 പേരിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഏലിയാവ് ദൈവത്തെ അനുസരിച്ചു. ഏലിയാവിനോട് പറഞ്ഞു, വിധവയെ ഒരുക്കിയിട്ടുണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ ഏലിയാവിന് ചിന്തിക്കാം, വിധവ എന്തു ചെയ്യാനാ, അല്ലയോ? ആ വിധവയല്ല, മറ്റാരെങ്കിലുമൊക്കെ ഒരുക്കിയായിരുന്നെങ്കിൽ കുറച്ച് നമുക്കൊരു സന്തോഷമുണ്ടായേനെ. ഇതല്ലേ നമ്മളും പലപ്പോഴും ചിന്തിക്കുന്നത്. ഈ ദൈവത്തിന് പലപ്പോഴും ആലോചന കൊടുക്കുന്നവരാണ്. കർത്താവെ, അതിലൂടെ ഇതിലൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. എന്നാൽ ദൈവം കരുതുന്നതായ മാർഗങ്ങൾ, നമ്മളെ കരുതുവാനായി പുലർത്തുവാനായി ദൈവം ഉപയോഗിക്കുന്ന മാർഗങ്ങൾ മാനുഷികമായ ദൃഷ്ടികളിൽ അതൊരു ആശ്ചര്യമായിട്ട് തോന്നും, ഇല്ലയോ? ബുദ്ധിമാന്മാർക്ക് അവരെ ലജ്ജിപ്പിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ദൈവം വിഹീനമായതിനെയും അല്ലെങ്കിൽ ബലവാന്മാരെ ലജ്ജിപ്പിക്കേണ്ട ബലഹീനമായതിനെയും ഒക്കെ തിരഞ്ഞെടുത്ത ഒരു ദൈവമാണ്. അപ്പോൾ ഈ ദൈവത്തിന് ഇവിടെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്, അസാധ്യമായത് ഒന്നുമില്ല. അപ്പോൾ നമ്മളല്ല മാർഗങ്ങളെ കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ കരുതലിൻ്റെ സോഴ്സുകൾ കണ്ടെത്തേണ്ടത്. ഏത് മാർഗത്തിലൂടെ എന്നെ കരുതണം? നമ്മളും എപ്പോഴും നമ്മുടെ കാഴ്ചപ്പാട് ഇന്നാരെ നോക്കും, അവരെ നോക്കിയാൽ അവർ ചിലപ്പോൾ സഹായിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ചെന്നാൽ ഒരു സഹായം കിട്ടും. എന്നാൽ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലോകപ്രകാരമുള്ള ചിന്തയല്ല ദൈവത്തിൻ്റേത്.
അതിൽ നിന്നൊക്കെ വ്യത്യസ്തം, നമ്മുടെ ചിന്തകളിൽ നിന്നും വിചാരങ്ങളൊക്കെ വ്യത്യസ്തമായ ഒരു ചിന്തയാണ് ദൈവം ഇവിടെ നമുക്ക് നൽകുന്നത്. അതേ പ്രിയമുള്ളവരെ, ആ ഏലിയാവ് സംശയം കൂടാതെ എന്നെ ഇതുവരെ പുലർത്തിയ ദൈവം ആരാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി വിധവയെങ്കിൽ വിധവ, കാരണം ഏലിയാവിനറിയാം കാക്കയിലൂടെ എന്നെ പുലർത്തിയതാണ്, ഈ തോട്ടിലെ വെള്ളം കുടിച്ച് ഞാൻ തൃപ്തി അടഞ്ഞവനാണ്, ഈ ദൈവത്തിന് വിധവയിലൂടെയും കരുതുവാനായിട്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് എന്ന ഉറച്ച വിശ്വാസമാണ് അനുസരണത്തിലേക്ക് നയിച്ചത്. ധൈര്യത്തോട് ഏലിയാവ് അവിടേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് വിധവയോട് ആദ്യം ചോദിക്കുന്നത് എന്താ? ഒരു ഗ്ലാസ് വെള്ളമാണ് ചോദിക്കുന്നത്. കാരണം പ്രതിസന്ധികളിലൂടെ കടന്നുപോയി അവിടെ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോൾ സ്ത്രീയുടെ മറുപടി എന്താ? ഈ വിധവയായ സ്ത്രീയുടെ മറുപടി എന്താ? അവൾ വെള്ളം എടുക്കാനായിട്ട് പോകുമ്പോൾ ഏലിയാവ് ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു, ഒരു അപ്പം കൂടെ കൊണ്ടുവരണമെന്ന്. അത് അവളെ ഒത്തിരി വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വെള്ളം കൊടുക്കുവാൻ തീരുമാനിച്ചു, ഇപ്പോൾ ഇതാ അവൻ അപ്പം കൂടെ ചോദിക്കുന്നുവല്ലോ. പക്ഷെങ്കിൽ അവിടെ നമ്മളൊരു വ്യത്യസ്തത കാണുന്നത് എന്താണെന്നറിയാമോ? ആ സ്ത്രീ ഏലിയാവിനോട് പറയുന്നത് എന്താണെന്നറിയാമോ? നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരപ്പവുമില്ല. പക്ഷെ അവിടെ രണ്ട് കാര്യമാണ്. ഒന്ന്, വിധവ തൻ്റെ നിസ്സഹായത തുറന്നു പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അവിടെ അല്ലെങ്കിൽ ആണയിട്ട് പറയുന്നത് നിന്റെ ദൈവമായ യഹോവ. അപ്പോൾ ഇവിടെ ഏലിയാവ് ആരാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു അനുഭവം കൂടിയുണ്ട്. കാരണം ഏലിയാവിൻ്റെ ദൈവത്തെ ആ വിധവ അവിടെ തിരിച്ചറിയുകയാണ്. പക്ഷെ താഴോട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഈ വിധവ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, നിന്റെ വാക്ക്. അങ്ങനെയെങ്കിൽ ആ വാക്കനുസരിക്കുവാൻ, ഏലിയാവിൻ്റെ വാക്കിനെ അനുസരിപ്പാനുള്ളതായ ഒരു മനസ്സ് കാണിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഏലിയാവ് യഹോവയെ അനുസരിച്ചു. ഈ സ്ത്രീ അല്ലെങ്കിൽ വിധവയായ ഈ സ്ത്രീ ഈ യഹോവയുടെ ദാസനായ ഏലിയാവിൻ്റെ വാക്കിനെ അനുസരിക്കുകയാണ്. ഒരു വിശ്വാസം അവളിലേക്ക് പകർത്തപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെയൊക്കെ ചില കഷ്ടതകളിലൂടെ ദൈവം കടത്തിവിട്ട് കരുതുമ്പോഴുണ്ടല്ലോ, ആ കഷ്ടത എന്തിനാണെന്നറിയാമോ? നമ്മളിലെ ഉള്ളിലുള്ള ദൈവത്തെ ഈ മറ്റുള്ളവർ കാണുവാനും ആ എന്നെ കരുതുന്ന ദൈവത്തിൻ്റെ ശക്തി, ആ കരുതൽ അവരും അനുഭവിപ്പാൻ വേണ്ടി ചില പ്രതിസന്ധികളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടും. നമ്മൾ വിചാരിക്കുന്ന മേഖലകളിലൂടെ അല്ലായിരിക്കും ദൈവം നമ്മളെ കരുതുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം തന്നല്ലായിരിക്കും കരുതുന്നത്. ചില പ്രതിസന്ധികളിൽ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടത്തിവിടുന്ന എന്തിനെന്നറിയാമോ? എൻ്റെ ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇതുപോലെ ദുരിതമനുഭവിക്കുന്ന അല്ലെങ്കിൽ മരണത്തെ നോക്കിയിരിക്കുന്നതായ ഒരു വ്യക്തിയുടെ വിടുതലിന് വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ ദൈവം ഒരുക്കുന്നത് എന്ന്. തുടർന്ന് നമുക്ക് ബാക്കി പിന്നീട് പഠിക്കാം. സമയത്തിൻ്റെ പരിധി മൂലമാണ് ഞാനിങ്ങനെ കുറച്ച് പഠിപ്പിക്കുന്നത്. നമുക്ക് വീണ്ടും അതിനെ ചിന്തിക്കാൻ പ്രിയമുള്ളവർ. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ്: കർത്താവേ, ഏലിയാവിനെ പുലർത്തിയ ദൈവം, ഏലിയാവിലൂടെ സാറാഫാത്തിലെ വിധവയെ കരുതിയ ദൈവം, പുലർത്തിയ ദൈവം ഇന്ന് എന്നെ ഈ സമൂഹത്തിലാക്കി വെച്ചിരിക്കുമ്പോൾ എന്നിലൂടെ ഒരു വ്യക്തിയെങ്കിലും ഈ ഞാൻ സേവിക്കുന്ന ദൈവത്തെ കാണുവാനായിട്ട് ഇടയായി തീരണമേ. എന്നെ കരുതുന്നതിലൂടെ മറ്റൊരാൾ ഇതിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് ഇടയായിട്ട് തീരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അബ്രഹാമിനോട് പറഞ്ഞതുപോലെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. എന്നെ കരുതുന്ന ദൈവത്തിലൂടെ ചുറ്റുപാടിലുള്ളവർ ഒരു വ്യക്തിയെങ്കിലും പ്രതിസന്ധിയിലിരിക്കുന്നവർ ഈ ദൈവിക സ്നേഹം അറിയുവാൻ, കരുതലറിയുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ്. എന്നാൽ അവിടുന്ന് സ്വാർത്ഥതയുടെ ദൈവമല്ല, പങ്കുവയ്ക്കുന്ന ഒരു ദൈവമാണ്. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിലൂടെ കർത്താവെ, ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ വേദനയിലായിരിക്കുന്നത, ദുരിതം അനുഭവിക്കുന്ന, നിരാശ അനുഭവിക്കുന്ന, പ്രയാസങ്ങളോടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്കെങ്കിലും ഒരു വിടുതൽ ലഭിപ്പാൻ എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കരുതലിടയായി തീരണമേ. അതിനായിട്ട് എന്നെ ഒരുക്കണമേ. എൻ്റെ ദൈവത്തെ സാക്ഷിപ്പാനുള്ള കൃപ തരണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.